ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഷൊർണൂർ മാനസ ട്രസ്റ്റ് നാലാമതായി അണിയിച്ചൊരുക്കുന്ന 3 ദിവസം നീണ്ടുനിൽക്കുന്ന ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിന് ഷൊർണൂർ KVR സ്കൂൾ മൈതാനിയിൽ തിരിതെളിഞ്ഞു. സാംസ്കാരിക പൈതൃകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഷൊർണൂരിൽ നിരവധി കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന മാനസ കൾച്ചറൽ ട്രസ്റ്റ് നാലാമതായി അണിയിച്ചൊരുക്കുന്ന കലാ സാഹിത്യ സാംസ്കാരിക വേദിയുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിന് ഷൊർണൂർ KVR സ്കൂൾ മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ തിരിതെളിഞ്ഞു. ഇനിയുള്ള 3 ദിവസങ്ങൾ കലയുടെയും കലാ സാംസ്കാരിക സന്ധ്യയുടെയും വേദിയായി മാറും ഇവിടം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികൾക്ക് MNCF 25 എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ഉദ്ഘാടന സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അതിന് പറ്റിയ ഒരാളല്ല ഞാൻ. അതോടൊപ്പം ആദ്യം തന്നെ ശ്രീ മണികണ്ഠനെ അഭിനന്ദിക്കുന്നു. കാരണം കഴിഞ്ഞ വളരെയേറെ വർഷങ്ങളായിട്ട് ഷൊർണൂരിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ ധാരാളം പലതരത്തിലുള്ള സ്വാധീനം സൃഷ്ടിച്ചുള്ള പ്രശംസ അർഹിക്കുന്ന തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് കലാമണ്ഡലം പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ അതിൻ്റെ ഒരു അക്കാഡമിക് ആയിട്ടും അല്ലെങ്കിൽ ഒരു കൺസർവേറ്ററി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കലാപരമായിട്ടുള്ള വിഷയങ്ങളെ പഠിപ്പിക്കുകയും പരിശീലനം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ പഠിപ്പിക്കുന്ന കലകൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഇങ്ങനെയുള്ള സംരംഭങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയാണ്. ഷൊർണൂർ നഗരസഭാ ചെയർമാനും സംഘാടക സമിതി ചെയർമാനുമായ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. മലബാർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ MR മുരളി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഷൊർണൂർ നഗരസഭാ വാർഡംഗം ശ്രീകല, കോൺഗ്രസ് നേതാവ് ആഷിഖ്, കലാമണ്ഡലം മുൻ അക്കാദമിക് കോർഡിനേറ്റർ പ്രൊഫസർ CM നീലകണ്ഠൻ, കലാമണ്ഡലം രാംമോഹൻ, നഗരസഭാ മുൻ അംഗങ്ങളായ M നാരായണൻ, മുസ്തഫ, MB രതീഷ്, ഭവദാസൻ, ഉണ്ണി, ഡോക്ടർ ലതാ ബിജു, TM വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ അലി പള്ളം സ്വാഗതവും ജനറൽ കൺവീനർ മണികണ്ഠൻ മാനസ നന്ദിയും പറഞ്ഞു. തുടർന്ന് ആദരിക്കൽ ചടങ്ങും ഷൊർണൂർ പരുത്തിപ്പറ ചേതലമന വൈഷ്ണവ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചാരി മേളവും നടന്നു. വിവിധങ്ങളായുള്ള മേഖലകളിൽ താല്പര്യമുള്ള അഭിരുചിയുള്ള ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ ഒരു കേന്ദ്രത്തിലേക്ക് ആകർഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വിഭവസമൃദ്ധമായ വിഭവങ്ങൾ അതല്ലെങ്കിൽ ഐറ്റംസ് അവതരിപ്പിച്ചുകൊണ്ട് കൺകൊള്ളുക്കെ കാണാനും മനസ്സ് നിറയെ ആസ്വദിക്കാനും സന്തോഷിക്കാനുമുള്ള വക അവർ സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാനസയുടെ ഇതപര്യന്തമായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ അംഗീകാരവും ആദരവും അതിനനുസരിച്ച് കൊണ്ട് തന്നെ ദേശീയ അവാർഡ് കൂടി നേടിയെടുക്കാൻ അർഹത നേടിയ ഇതിൻ്റെ പ്രധാനപ്പെട്ടയാളായ മണികണ്ഠനും. ന്യൂസ് ഡെസ്ക് CCV.